ഷെനാസ്, ഞാൻ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും അവസാനം ഇനിയും ഞാൻ എഴുതും, ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നുണ്ട്. തുറന്നെഴുതാൻ തന്നെയാണ് തൂലിക പടവാളാക്കിയത്, മറക്കേണ്ട ആരും എന്നാണ് താങ്കൾ അത് അവസാനിപ്പിക്കുന്നത്. ആരോടാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഷെഹനാസ്? ഞാനൊരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അടുക്കളയിൽ ഇരിക്കുന്ന, ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീയല്ല. ഞാൻ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എന്നോട് ഇടപഴകുന്ന മുഴുവൻ ആളുകളുണ്ട്. എന്നോട് ഇടപഴകുന്ന സ്ത്രീയും പുരുഷനും അടക്കമുള്ള ആളുകളുണ്ട്. ഞാൻ അടക്കമുള്ള ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് മോശമായ അനുഭവം തരുന്ന, എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്ക് മോശമായ അനുഭവം തരുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞാനൊക്കെ എഴുത്തുകാരിയായിട്ടും സാമൂഹിക പ്രവർത്തകയായിട്ടും രാഷ്ട്രീയ പ്രവർത്തകയായിട്ടും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ആയിട്ട് ഇവിടെ നിലനിൽക്കാൻ തന്നെ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ മോശമായ ഇടപെടലുകൾ നടത്തുന്ന മുഴുവൻ മനുഷ്യരോടുമാണ് ഞാൻ ഇനിയും തുറന്നെഴുതുകയും തുറന്നു പറയുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ആ ഉത്തരവാദിത്തം താങ്കൾക്ക് സമൂഹത്തോട് ഉണ്ടെന്ന തിരിച്ചറിവ് അത് അഭിനന്ദനീയം തന്നെയാണ് ഷെഹനാസ്. അതിനെ തുടർന്ന് മറ്റു ചില ചോദ്യങ്ങൾ കൂടി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടലിനെതിരെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടത്, ആ 2 കേസുകൾ, ബലാത്സംഗ കേസ് 2 എണ്ണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഈ വിഷയങ്ങളുടെ ആധാരം. താങ്കൾ വളരെ വ്യക്തമായി ഷാഫി പറമ്പിലിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അതായത് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുൻപ് തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങൾ ഷാഫിയോട് പറഞ്ഞിരുന്നു, പക്ഷേ നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നു. എന്താണ് ആ ബോധ്യം ഷെഹനാസ്? ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ ഷാഫി പറമ്പിൽ അധ്യക്ഷനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സണായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മുന്നോട്ട് പോകാത്തത് ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം മറ്റ് സ്ത്രീകളോട് പെരുമാറുന്നത്, യൂത്ത് കോൺഗ്രസിന് അകത്ത് തന്നെയുള്ള സ്ത്രീകളോട് പെരുമാറിയതിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച JS അഖിൽ ഉൾപ്പെടെ, ബിനു ചുള്ളിയിൽ ഉൾപ്പെടെ, എബിൻ വർക്കയാൾ ഉൾപ്പെടെ, ഒരുപാട് റിജിൽ മാക്കുട്ടി ഉൾപ്പെടെ, റിയാസ് മുക്കോളി ഉൾപ്പെടെ ഒരുപാട് നല്ല യുവാക്കളുണ്ട് നമ്മുടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ എന്ന് പറയുന്നത്. പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാതെ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ സ്വന്തം ശ്രമം കൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായി വരുന്നു എന്നറിഞ്ഞപ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ എന്ന, എഴുത്തുകാരി എന്ന, ഒരു സാമൂഹിക പ്രവർത്തക എന്ന ഒരു ധാർമ്മികത എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അറിയിപ്പ് നൽകിയിരുന്നു. ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ട, നമ്മുടെയൊക്കെ കുട്ടികൾ യൂത്ത് കോൺഗ്രസിൽ ആക്റ്റീവായിട്ട്, ഇന്ദിരാഗാന്ധിയുടെ മഹത്തായ നാഷണൽ കോൺഗ്രസിൽ ശക്തയായ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീയെ പ്രവർത്തിച്ചിട്ടുള്ള, പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ഇടത്ത് ഒരുപാട് പെൺകുട്ടികൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ അതിന്റെ കീഴിൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വളരെ ഗംഭീരമായ ഒരു പ്രശസ്തിയുടെ ഒക്കെ അടുത്തിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ, പ്രശസ്തിയിൽ മൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം. ഒരു മിനിറ്റ് ഷെഹനാസ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ കുറിച്ച്, ഷാഫി പറമ്പിലിനെ പോലെ ഒരാളോട് ഇക്കാര്യം തുറന്നു പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? വ്യക്തിപരമായ എന്തെങ്കിലും ബോധ്യമാണോ, അതോ ആരെങ്കിലും താങ്കളോട്, ഒരുപാട് പേർ ഇപ്പോൾ ഇത് പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു എന്ന്, അപ്പോൾ അത്തരം അറിവുകളാണോ? എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ചാനലുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വിവാഹിതയാണ്, എനിക്കൊരു മകളുണ്ട്, എൻ്റെ ഭർത്താവ് ഡോക്ടറാണ്. ഇതൊക്കെ അറിയാവുന്നവരാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ. ഞാൻ കർഷക സമരത്തിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകയായ ഡോക്ടർ റിജി റഷീദിനോടൊപ്പം പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്നോട് അദ്ദേഹത്തിനൊപ്പം ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞാൻ അതിന് അർഹമായി
ശക്തമായ മറുപടി നൽകി. അപ്പോഴേ ഞാൻ അതിനെതിരെ പ്രതികരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നും ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീ ഷാഫി പറമ്പിലിനോട് അത് പറഞ്ഞത്. ഒരുപാട് പെൺകുട്ടികൾ വരുന്ന, മാത്രമല്ല അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ KSUവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം, എന്നോട് സംസാരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ട് ആ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ള പരിചയം എനിക്കുണ്ട്.